ചില ബിസിനസ്സിൽ നമ്മൾ ടെലിഫോൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇത്തിസലാത്തിലൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ മുൻപൊക്കെ നമുക്ക് ഡയറക്റ്റ് ആളായിട്ട് സംസാരിക്കായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് പറ്റുന്നില്ല. ഇപ്പോൾ നമ്മുടെ എന്ത് ക്വയറി ആയാലും നമുക്ക് തിരിച്ച് ബോട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇറ്റ് മീൻസ് ദേ ഹാവ് ഇംപ്ലിമെന്റഡ് സം AI ഇൻ ദെയർ സിസ്റ്റം. അല്ല, ഇതില് കസ്റ്റമർ സർവീസ് മേഖലയെ പറ്റിയാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അതെ. ഈ കസ്റ്റമർ സർവീസ് മേഖലയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഒരു 70% ക്വറീസ് വരുന്നതും അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അപ്രോച്ച് ചെയ്യുന്നതും ബേസിക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ബേസിക് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് 600-700 ആൾക്കാരുള്ള സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ടായിരുന്നു, ബാക്ക് ആൻഡ് സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞതിൽ AI ഇല്ല. ഇത് ശരിക്കും പറയുന്നത് ആ ഒരു ടെക്നോളജിനെ പറയുന്നത് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്നാണ്, RPA. ഈ RPS വെക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വി ക്യാൻ ജനറേറ്റ് ഏജൻറ്റ്സ്. അവർക്ക് നിശ്ചിതമായിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഓക്കെ, ആ വർക്ക് ഫ്ലോസ് അതിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന എൻക്വയറീസ്, ഇപ്പോൾ വെബ്സൈറ്റിൽ നമ്മൾ ചാറ്റ് വിത്ത് എന്ന് പറയുന്ന കുറെ ഇത് ബട്ടൺസ് ഒരുവിധം എല്ലാ സർവീസ് ഓറിയന്റഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓറിയന്റഡ് വെബ്സൈറ്റിലും കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ അതിന് മറുപടി കിട്ടും. പിന്നെ അതിന് മുകളിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ഡു യു വോണ്ട് ടു ടോക്ക് ടു എ ഹ്യൂമൻ ഏജന്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഇതിന്ന് നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ് ഹ്യൂമൻ വർക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റും. ആൾക്കാരുടെ ജോലിയല്ല കുറയുന്നത്. ഇത്രയും കൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഹ്യൂമൻ റിസോഴ്സസിനെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്ക്സിനും റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറെ ആൻസറിങ്ങിനും ഒരു ഹ്യൂമന്റെ എബിലിറ്റിയുടെ ആവശ്യമില്ല, വേണ്ടി വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സ് ആണ്. നോർമൽ ക്വസ്റ്റ്യൻസും നോർമൽ ആൻസേഴ്സും ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നോർമൽ തിങ്. അതിനാണ് ഇപ്പോൾ കോൺവെർസേഷണൽ AIയും LLMs ഒക്കെ ഉള്ളത്. AI മറ്റൊരു പദാണത്. സർവീസ് ബിസിനസ്സിൽ കൂടുതലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സും ആണ് അതാണ്. അപ്പോൾ ആ മേഖലയിൽ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്റർപ്രൈസ് എന്നുള്ള രീതിയിൽ, ഒരു ബിസിനസ് നടത്തുന്ന ആളെന്നുള്ള രീതിയിൽ ഈ ഒരു അഡോപ്ഷൻ ഭയങ്കര എഫിഷ്യൻ്റ് ആവും. പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത്രയും വോളിയം ഉള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ. ഇതിൽ പറയാനുള്ളത് ചിലപ്പോൾ നമ്മുടെ മേഖല നോർമലി വരുന്നത് വെച്ചാൽ ഒരു എൻക്വയറി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് ആൻസർ കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് മിസ്സാവുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിട്ടുപോവോ, അത് മനുഷ്യന്മാരാണ്, ചിലപ്പോൾ നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു AI ആണെങ്കിൽ കറക്റ്റ് ഇൻഫർമേഷൻ കസ്റ്റമർക്ക് പിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ല, അതിന് AI എന്ന് അതിനെ ജനറലൈസ് ചെയ്യുന്നത്. ദർ ഈസ് നത്തിങ് ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് അബൌട്ട് ഇറ്റ്. ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു വർക്ക് ഫ്ലോ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ RPA മാതിരിയുള്ള ടെക്നോളജീസ് ചെയ്യുന്നത്. വാട്ട് ദേ ആർ ഇസ് സ്മാർട്ട് ടെക്നോളജീസ്. അതല്ല AI. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഹ്യൂമൻ ഇന്റർഫിയറൻസ് ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അതിന്റെ ഡാറ്റാ ബാങ്കിൽ സെർച്ച് ചെയ്ത് ഒരു ഹ്യൂമൻ സംസാരിക്കുന്ന മാതിരി ഇറ്റ് ഈസ് ഏബിൾ ടു റെസ്പോണ്ട് ടു യു. അതാണ് ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് കോൺവെർസേഷണൽ AI എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജനറേറ്റീവ് AI എന്ന് പറയുന്ന ടെക്നോളജി. ഇതിൽ പ്രധാനമായിട്ടും കാണേണ്ടത് നമ്മൾ ഇങ്ങനത്തെ ടെക്നോളജീസ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ യു ആർ ഏബിൾ ടു റൺ യുവർ ബിസിനസ് 24/7 വിത്തൗട്ട് ഇൻകറിങ് ദ കോസ്റ്റ് ഓഫ് 3 ഷിഫ്റ്റ്സ്. 8 മണിക്കൂറിന്റെ 3 ഷിഫ്റ്റ് ഓടിക്കണം. മൂന്നാള് വേണ്ടേ? അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 24/7 ഇത് എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൗ ഓൾ ഓഫ് എ സഡൻ വെരി ലോക്കലായിട്ട് നിന്നിരുന്നൊരു ബിസിനസ്സിന് ഇന്റർനാഷണൽ ലെവലിൽ പല ടൈം സോണിൽ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റേതില്ലാന്നുണ്ടെങ്കിൽ ഓരോ ടൈം സോണിലും ആൾക്കാർ വേണം. തീർച്ചയായിട്ടും
അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പൊ പ്രത്യേകിച്ച് ടെക് കമ്പനികളിൽ യു എസിൽ നടക്കുന്ന ടെക് സപ്പോർട്ട് കോൾസ് നമുക്ക് ബാംഗ്ലൂരും ഹൈദരാബാദും കൊച്ചിയിലൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്തിരുന്നത്. അതിന് ആക്ച്വലി ആ ടൈം സോണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമാണ്. ഈ കസ്റ്റമർ സർവീസിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഫോളോ ദ സൺ. ഫോളോ ദ സൺ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളിലും ഓരോ ടൈം സോണിലും സൂര്യൻ ഉദിക്കുന്നതനുസരിച്ചിട്ട് സപ്പോർട്ടിനുള്ള ആൾക്കാരുണ്ടാവുക. അപ്പം ഈ ആൾക്കാരെ വെക്കുമ്പോൾ ഉണ്ടാവുന്ന കമ്പനിയുടെ കോസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ടെക്നോളജീസ് വരുമ്പോൾ. അപ്പോൾ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാരുടെ ജോലി പോയില്ലേ? അതുകൊണ്ടാണ് ഹ്യൂമൻസ് ഹാവ് ഓൾവേസ് ബീൻ അഡാപ്റ്റബിൾ. അവർ അപ്സ്കിൽ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 100 ആൾക്കാർ 3 ഷിഫ്റ്റിൽ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ദ സൺ വെച്ചിട്ട് ആ സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ഇന്റർനാഷണൽ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വരിക. ഇനി 10 ആളുടെ 3 ഷിഫ്റ്റ് മതി. നേരത്തെ 100 ആളുടെ 3 ഷിഫ്റ്റ് വേണമായിരുന്നു അത് ഡെലിവറി ചെയ്യണം. ഇപ്പോൾ 10 ആളുടെ 3 ഷിഫ്റ്റ് മതി. ഈ ആർട്ടിഫിഷ്യൽ ബോട്ട്സ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് ഏജന്റായിട്ട് നമ്മൾ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കസ്റ്റമർക്ക് കൊടുത്തിട്ടുള്ള ഹോട്ട്ലൈൻ നമ്പേഴ്സ് അതൊക്കെ വരുമ്പോൾ ഇനീഷ്യൽ സ്കെയിലിന് ശേഷം ഇനീഷ്യൽ ഇൻഫർമേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്തു. അപ്പം നമ്മളൊരു ബാങ്കിൽ വിളിക്കുമ്പോൾ നമ്മുടെ പേരറിയണം, നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം, അതിൻ്റെ സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. ഇത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് മുഴുവൻ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹ്യൂമൻ ഏജന്റിന്റെ അടുത്തേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഡാറ്റ എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ്. സോ യു ആർ കട്ടിങ് ഷോർട്ട് 1/3 ഓഫ് ദാറ്റ് ടൈം. അപ്പോൾ അതുകൊണ്ട് ആക്യുറേറ്റ് ഇൻഫർമേഷൻ ആണെന്ന് മാത്രമല്ല ഈ കസ്റ്റമർ സർവീസ് ഏജന്റിന്റെ 1/3 സമയം നമ്മൾ ലാഭിക്കുക. ബിക്കോസ് ഹി ഓർ ഷീ വാസ് ഡൂയിങ് ഇറ്റ് ബിഫോർ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഹ്യൂമൻ എറേഴ്സ് വരാം. ഇതിൽ വളരെ ക്ലിയർ ആണ്, സിസ്റ്റമാറ്റിക് ആണ്. സിസ്റ്റംസ് ആർ നോൺ നെഗോഷ്യബിൾ. ഒരു പ്രാവശ്യം ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നെഗോഷിയേഷൻ നടക്കില്ല. ഇപ്പോൾ നിന്റെ പേര് ഇർഷാദ് എന്നാണ്, ഇർഷാദ് എസ് കെ എന്നാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം വിൽ ഓൺലി അക്സെപ്റ്റ് ഇർഷാദ് എസ് കെ ആസ് ദ നെയിം. ഇപ്പം എന്നോട് പറയുമ്പോൾ ഇർഷാദ് ആണെന്ന് പറഞ്ഞാൽ നീ ആയിനോ നിന്റെ സെക്കൻഡ് നെയിം ഇതാണ്. പക്ഷെ ഐ വിൽ ഡു ആൻ എക്സ്ട്രാ സ്റ്റെപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് യു ഹു ഹോൾഡ് ദ അക്കൗണ്ട്. ഇപ്പോൾ ബാങ്കിങ് മേഖലയിലാണെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരമാണ് ഈ ഓട്ടോമേഷൻ. ഇപ്പൊ ERP എന്നൊക്കെ പറയുന്ന ഓട്ടോമേഷൻ ടെക്നോളജീസാണ്. ഇനി നമുക്ക് AI വരാം. AI വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചേഞ്ച് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഒരുപാട് നോളജ് ബേസ് ഉള്ള ഇൻഡസ്ട്രീസാണ്. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷനിൽ ഒരു 50 കുട്ടികളുള്ള ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ മജോറിറ്റി ഓഫ് ദ ആൾക്കാരുടെ ഗ്രാസ്പിംഗ് പവർ എങ്ങനെയാണോ അങ്ങനെ മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. പക്ഷെ നിർമ്മിത ബുദ്ധി വെച്ചിട്ട് നമുക്ക് കുട്ടികളുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചിട്ട് കസ്റ്റം ടൈലർ ചെയ്ത് പഠിപ്പിക്കാം. ഇപ്പോൾ ChatGPT എന്ന് പറയുന്നത് നമുക്ക് ഒരു സർട്ടൺ ക്ലാസ്സിലുള്ള ടോപ്പിക്സ് എൻ്റെ ജ്ഞാനം അളക്കൂ, ഇറ്റ് വിൽ ഗിവ് യു എ ക്വിസ്. എന്നിട്ട് അതനുസരിച്ചിട്ട് നിൻ്റെ ആ IQ ലെവൽ അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളും ആ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസും തരാൻ പ്രാപ്യത ഉള്ള ഒരു ടെക്നോളജിയാണത്. അത് ഇതങ്ങനെയാണോന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം നമ്മുടെ ബിഹേവിയറിനനുസരിച്ച് ഇൻസ്റ്റഗ്രാം നമുക്ക് ഓരോ വീഡിയോസ് നമുക്ക് കാണിച്ചു തരുന്നത്, ഒരു കണ്ടന്റ് കാണിച്ചു തരുന്നത് അൽഗോരിതംസ് ആണ്, ബിഹേവിയർ അനാലിസിസ് ആണ് അത് ചെയ്യുന്നത്. ബേസിക്കലി ഇപ്പൊ ന്യൂസ് മാത്രം കാണുന്ന ഒരാളാണ് നീന്ന് വരിക. അപ്പൊ നിന്റെ സജസ്റ്റഡ് വീഡിയോ ഫീഡിൽ ഇമ്പോർട്ടന്റ് ന്യൂസ് മാത്രമായിരിക്കും ലിസ്റ്റ് ചെയ്യുക. അതിന് AI-യുമായിട്ട് യാതൊരു ബന്ധമില്ല. അല്ല, AI-യുടെ ഒരു പ്രഭാവം ഉണ്ടാവും ബാക്ക് എൻഡിൽ, ബട്ട് യു ആർ നോട്ട് എക്സ്പോസ്ഡ് ടു ഇറ്റ്. ഇത് ഈ ന്യൂസ് ഫീഡ് ഡെലിവർ ചെയ്യാനും ഫെച്ച് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയിട്ടുള്ള അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ പ്രിഡോമിനന്റ്ലി യു ആർ നോട്ട് ഇന്ററാക്ടിങ് വിത്ത് AI. കാരണം ഇൻസ്റ്റാഗ്രാം സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്ക് സജസ്റ്റ് ചെയ്യുന്ന
അപ്പൊ ഇറ്റ് കുഡ് ബി ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്. ഇപ്പോൾ ലോകത്തിലെ 5% ഇന്റർനെറ്റ് ട്രാഫിക് ഒരു അടുത്ത 10 കൊല്ലത്തില് സാംസങ് നിന്നും ആപ്പിളിൽ നിന്നും സ്മാർട്ട് ഫോൺസ് നിന്നും മാത്രമാണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ലോകത്തിലെ 5% ട്രാഫിക്, ഇന്റർനെറ്റ് ട്രാഫിക്. ഇത് ഭയങ്കര വലിയ മാറ്റങ്ങൾക്ക് ഉതകുന്ന. നിങ്ങളുടെ ഫോണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോൺ ഇത് കേൾക്കുന്നുണ്ട്, കീവേഡ്സ് മനസ്സിലാവുന്നുണ്ട് അതിന്. പക്ഷെ ദീസ് ആർ ഓൾ ഡിഫറെന്റ് ടോപ്പിക്സ്. ഞാൻ പറയുന്നത് ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ മേഖലയിലാണ് ഇത് ഒരു വൻ മാറ്റം ഉണ്ടാക്കുക. ദാറ്റ് ഈസ് നോട്ട് ടു റീപ്ലേസ് ദ ടീച്ചർ. കുട്ടികളുടെ മനസ്സിലാക്കാനുള്ള കഴിവനുസരിച്ച് അവരെ പഠിപ്പിക്കാനുള്ള കരിക്കുലംസും അവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളും തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസിനെ യൂസ് ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സിനെ കൂടുതലായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹെൽപ്പ് ചെയ്യും. ഒബ്വിയസ്ലി, ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ടീച്ചേഴ്സിന് ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ടാസ്ക് ഉള്ളത് പിറ്റേ ദിവസത്തെ, ഇപ്പോൾ മോഡേൺ സ്കൂൾസ് ഒക്കെ ആണെങ്കിൽ എല്ലാവരും പവർ പോയിന്റും പ്രസന്റേഷൻസും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് നാളെ പഠിപ്പിക്കാനുള്ള ടോപ്പിക് ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് നമ്മൾ ഒരു ടൂളിലേക്ക് അറ്റാച്ച് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തിട്ടുള്ള സ്ലൈഡ് കണ്ടന്റ്സ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 5 minutes ആ സാധനം ഉണ്ടാക്കി തരും. ചാറ്റ് ജിപിടിയിലൊക്കെ ചെയ്യാവുന്നതാണ്. ഈ 5 മിനിറ്റിൽ ഈ സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ലൈഡിലേക്ക് ആഡ് ചെയ്യേണ്ട ജോലി മാത്രമേ ടീച്ചർക്കുള്ളൂ. ഇനി സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വയ്യാത്ത ടീച്ചറാണ്, പഴയ കാലത്തെ അധ്യാപകരാണെന്നുണ്ടെങ്കിൽ സ്ലൈഡ് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ടൂൾസും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ടീച്ചറിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടുന്ന ടൂൾസാണ്. ടീച്ചറിനെ റീപ്ലേസ് ചെയ്യലല്ല ഉദ്ദേശം. യുനോ, നമ്മള് മാറ്റത്തിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റപ്പെടും. മനസ്സിലാവുന്നല്ലേ? മാറ്റം പ്രകൃതി നിയമമാണ്. ചേഞ്ച് വിൽ ഹാപ്പൻ, അതർവൈസ് ഇറ്റ് വിൽ ചേഞ്ചസ്. അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ വാസ്തവം. അതിപ്പോ എയുടെ കേസിൽ മാത്രമല്ല, നമ്മൾ എന്തിലാണെങ്കിലും